ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഋഷികേഷ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തേനീച്ചയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ തന്നെയാണ്. നമ്മൾ പഞ്ചസാര ലായനി കൊടുക്കുന്ന ഒരു കാര്യം മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പോൾ ആ കൂട്ടുനിന്ന് ഒരടെടുത്ത് പിടിച്ചിട്ടാണ്. പഞ്ചസാര ലായനി കൊടുക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ പുതിയ വെളുത്ത അടകൾ പണിയണത്. ഇല്ലെങ്കിൽ ഫുള്ള് പഴയ അടകൾ, കറുത്ത അടകളാവും ഉണ്ടാവുക. നമുക്ക് ഈ കൂട്ടിൽ കാണാം. അവസാനമൊക്കെ എത്തുമ്പോൾ കറുത്ത അടയാണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഈച്ചകൾ തിങ്ങിയിട്ടാവും. ഇതാ ഒരു പുതിയ അട പണിയണതാണ്. അപ്പോൾ ഈ അട നമുക്ക് അങ്ങോട്ട് വെക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഋഷികേഷ്. അപ്പോൾ നമ്മൾ ആ കൂട്ടിൽ തന്നെ വേറൊരു അട എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പൊന്തി നിൽക്കണത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ ഫുള്ള് അറകളും പുതിയ അട തന്നെയാണിത്. പക്ഷേ ഫുള്ള് അറകളും ആണീച്ചകളുടെ മുട്ടയാണ്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ കാണാട്ടോ, കൂടുതലും ആണീച്ചകളാണ്. ബട്ട് ആണീച്ചകൾ കൂട്ടിലുണ്ടായിട്ട് കാര്യമില്ല, തീരെ ഉണ്ടാവരുത് എന്നല്ല, ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം പെണ്ണീച്ചകളാണ് തേൻ ശേഖരിക്കുക, കൂടിന് കാവൽ നിൽക്കുക, എല്ലാം ചെയ്യണത് പെണ്ണീച്ചകളാണ്. ആണീച്ചകൾ ഒരു യൂസും ഇല്ല കൂടിന്. പിന്നെ ആണീച്ചകളുടെ ഉപയോഗം ആണീച്ചകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇത് സീസൺ സമയമൊക്കെ ആണെങ്കിൽ ഈ നമുക്ക് പൊന്തി നിൽക്കണ അട ഫുള്ള് ചെത്തിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ പുഴുവിനൊക്കെ എടുത്ത് മാറ്റി ചെയ്യണം. എന്നിട്ട് ഈ അട വെച്ച് കൊടുക്കണം. അപ്പോഴേ ഇതിൽ തേൻ നിറയ്ക്കുള്ളൂ. അല്ലെങ്കിൽ സീസൺ സമയത്തേക്കൊക്കെ ഇവരെ എല്ലാവരും കൂടി വിരിഞ്ഞിറങ്ങിയാൽ തേൻ വളരെ കുറവാവും കിട്ടുക. ഇവർ പണി ചെയ്യില്ല എന്ന് മാത്രമല്ല, ഇവർ പെണ്ണീച്ചകൾ കൊടുന്ന് വെക്കണ തേൻ എടുത്ത് കുടിക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട് പണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പുതിയ അട തന്നെയാണ്, പക്ഷേ ഫുള്ള് റാണീച്ചകളാണ്, അല്ല ആണീച്ചകളാണ്. അപ്പോൾ ടാറ്റ.